നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തി. നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം ആദ്യമായാണ് ദിലീപ് ശബരിമലയിൽ എത്തുന്നത്. പുലർച്ചെയോടെയാണ് ദിലീപ് സന്നിധാനത്തെത്തിയത്. 18ാം പടി ചവിട്ടാതെ സ്റ്റാഫ് ഗേറ്റ് വഴിയാണ് ദിലീപ് ദർശനത്തിനായി എത്തിയത്. ദർശനത്തിന് ശേഷം പ്രത്യേക വഴിപാടുകളും ദിലീപ് നടത്തി. പിന്നീട് 10 മണിയോടെ വീണ്ടും ദർശനത്തിനായി എത്തി. രാവിലെ PRO ഓഫീസിലെത്തിയ ശേഷം അവിടെ നിന്ന് തന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി. PR ഓഫീസിൽ നിന്നും ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ദിലീപിനെ സോപാനത്തിലെത്തിച്ചത്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ദിലീപ് ശബരിമലയിൽ ദർശനത്തിന് എത്തിയത് വിവാദമായിരുന്നു. 10 മിനിറ്റോളം ദിലീപ് ശ്രീകോവിലിന് മുന്നിൽ ചെലവഴിച്ചിരുന്നു. ഇതാണ് കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കിയത്. ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ദിലീപ് ദർശനം നടത്തിയതിൽ ഹൈക്കോടതി ഇടപെടുകയും ചെയ്തിരുന്നു. ശബരിമല ദർശനത്തിനെത്തുന്ന വ്യക്തികൾക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടതില്ലെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനുശേഷമാണ് ശബരിമലയിൽ സെലിബ്രിറ്റികൾക്കായുള്ള പോലീസ് സുരക്ഷയിൽ അയവ് വരുത്തിയത്. ദർശനത്തിനെത്തിയ ദിലീപിന് 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് സുരക്ഷ ഒരുക്കിയത്. ഉച്ചയോടെ ദിലീപ് മടങ്ങിയേക്കുമെന്നായിരുന്നു വിവരം. അതിനിടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവക്ഷേത്ര ഉത്സവത്തിന്റെ പരിപാടിയിൽ നിന്ന് ദിലീപിനെ ഒഴിവാക്കിയിരുന്നു. ദിലീപിനെ ക്ഷണിച്ചത് വിവാദമായതിന് പിന്നാലെയാണ് ക്ഷേത്രത്തിന്റെ നടപടി. അതേസമയം ദിലീപിനെ ക്ഷണിച്ചത് ദേവസ്വം ബോർഡ് അല്ലെന്ന് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് S അശോകകുമാർ പറഞ്ഞു. ക്ഷേത്രോപദേശക സമിതിയുടെ തീരുമാനമായിരുന്നു ദിലീപ് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളത്. ക്ഷേത്രത്തിലെ പരിപാടിയുടെ നോട്ടീസ് പുറത്തായതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതോടെ ദിലീപ് സ്വയം പിന്മാറുമെന്ന് വിളിച്ചറിയിക്കുകയായിരുന്നു. പിന്നാലെ ചൊവ്വാഴ്ച നിശ്ചയിച്ചിരുന്ന പരിപാടി ബുധനാഴ്ചത്തേക്ക് മാറ്റി. ദിലീപിനു പകരം തന്ത്രിയാണ് കൂപ്പൺ ഉദ്ഘാടനം നിർവഹിക്കുക. നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം ദിലീപ് ക്ഷേത്ര ദർശനത്തിന്റെ തിരക്കിലാണ്. ആലുവ ശിവക്ഷേത്രത്തിലും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും ദിലീപ് ദർശനം നടത്തി വഴിപാടുകൾ നടത്തിയിരുന്നു.